ഗുരുജി, ദൈവവിപാശ്രയ ചികിത്സ എന്നൊരു പദം അങ്ങ് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണത്? എന്ത് തരം ചികിത്സാ രീതിയാണിത്? അതൊരു ചികിത്സ തന്നെയാണോ? പൊതുവിൽ രോഗത്തെ ശരീരത്തെ അധിഷ്ഠാനമാക്കി മനസ്സിനെ ആധാരമാക്കി എന്നിങ്ങനെ രണ്ട് ശാരീരികം മാനസികം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ശാരീരിക ചികിത്സ അഥവാ ലോജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇത് രോഗം, രോഗി, ഔഷധം, ചികിത്സ, ആഹാരവിഹാരങ്ങൾ എന്നിവയൊക്കെ ചിട്ടപ്പെടുത്തി ചെയ്യുന്ന യുക്തിയെ ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ട് അതിനെ യുക്തിവിപാശ്രയം എന്ന് വിളിക്കുന്നു. ഇതുകൂടാതെ സത്വാവജയം എന്ന ചികിത്സയുണ്ട്. സത്വാവജയം മനസ്സിനെ അധിഷ്ഠാനമാക്കിയുള്ള മാനസിക രോഗങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഔഷധ പ്രയോഗം, ജീവിത ചിട്ടകൾ തുടങ്ങിയവയൊക്കെ ആവശ്യമെങ്കിലും അതിനൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ രോഗിയുടെ അതായത് ബുദ്ധിയെ, ആത്മജ്ഞാനത്തെ, ധൈര്യത്തെ, വിജ്ഞാനത്തെ തുടങ്ങിയവയൊക്കെ ബലപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം ചികിത്സ അതുകൊണ്ട് സത്വാവജയം അഥവാ സത്വം എന്ന് വെച്ചാൽ മനസ്സിനെ ആസ്പദമാക്കിയുള്ള ചികിത്സ എന്ന രീതിയിൽ സത്വാവജയം എന്ന് വിളിക്കണം. ഇനി ഇതൊന്നുമല്ലാത്ത രോഗങ്ങൾ കാരണം നമുക്ക് സാമാന്യഗതി കണ്ടെത്താൻ പറ്റില്ല. ശരീരത്തെയോ മനസ്സിനെയോ അധിഷ്ഠാനമാക്കി തന്നെ ആ രോഗങ്ങൾ ഉണ്ടാകുന്നെങ്കിലും പക്ഷെ അത് കർമ്മജവ്യാധികൾ എന്ന് വെച്ചാൽ പൂർവ്വജന്മത്തിൽ മുൻപ് ചെയ്ത അപരാധങ്ങൾ, അതായത് പാപങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും കാലാകാലങ്ങളിൽ രോഗങ്ങളായിട്ട് രൂപപ്പെടും. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പറയും. അത്തരം രോഗചികിത്സയെ ദൈവോപാശ്രയം, അതായത് വിധിയെ, കർമ്മത്തെ, കർമ്മകാരണം, അത് വിധിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ പിൽക്കാലത്ത് വിധിയായിട്ട് അനുഭവത്തിൽ വരുന്നു. അവയെ ആസ്പദമാക്കിയുള്ള രോഗചികിത്സയെ ദൈവോപാശ്രയം, ദൈവം എന്ന് വെച്ചാൽ അവിടെ ഈശ്വരൻ അർത്ഥത്തിലല്ല കേട്ടോ, ദൈവം എന്ന് വെച്ചാൽ വിധിയെ ആസ്പദമാക്കിയുള്ള രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നത് ദൈവോപാശ്രയം എന്ന് പറയും. അതിക്കാലത്ത് കണ്ടുവരുന്നത് നമ്മൾ പൂജ, ഹോമം, മന്ത്രം, പ്രാർത്ഥന തുടങ്ങിയവയിലൊക്കെ ചികിത്സിക്കുന്നത് കാണാറില്ലേ? അതിലൊക്കെ കൂടെ ചില രോഗങ്ങളിൽ ശമനം ഉണ്ടാകാറല്ലോ. അതൊക്കെ ദൈവോപാശ്രയ ചികിത്സകളാണ്. അതുപോലെ ഗുരുക്കന്മാർ, യുക്തരായ ഗുരുക്കന്മാർ, പഴയകാലത്ത് ബുദ്ധൻ, ജീസസ് തുടങ്ങിയവരൊക്കെ രോഗത്തെ ചികിത്സിച്ചതിനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് നാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, നിത്യാനന്ദ ഭഗവാൻ തുടങ്ങിയ മഹാന്മാരായ ഗുരുക്കന്മാർ ധാരാളം രോഗങ്ങളെ ആവാഹിച്ചു മാറ്റിയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം ചികിത്സകളെ ദൈവോപാശ്രയ ചികിത്സ എന്ന് വിളിക്കും. ഗുരുജി, ഈ പറഞ്ഞ ചികിത്സാ രീതിയെ നമുക്ക് കാർമിക് ട്രീറ്റ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുവാൻ സാധിക്കുമോ? ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. കർമ്മവ്യാധികളല്ലേ, കർമ്മജ വ്യാധികൾ, അല്ലെ കർമ്മം കൊണ്ട് ജന്യമായ വ്യാധികളായതുകൊണ്ട് തന്നെ കാർമിക് ട്രീറ്റ്മെന്റ് എന്ന ഇംഗ്ലീഷ് ഞാൻ വിളിക്കുന്നത്. ദൈവോപാശ്രയ ചികിത്സ എന്ന് പറയും. അപ്പോൾ ഈ ചികിത്സാ രീതി എല്ലാവർക്കും ആക്സസിബിൾ ആണോ? ആക്സസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിന് യോഗ്യനായ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഇതിനെ ആവാഹനം ചെയ്ത് മാറ്റണം. താന്ത്രിക വിദ്യയിൽ പഞ്ചകർമ്മങ്ങളുണ്ട്. മാരണം, മോഹനം, വശ്യം, സ്തംഭനം, ഉച്ചാടനം എന്നിങ്ങനെ 5 വിദ്യകളുണ്ട്. ഈ വിദ്യകളൊക്കെ ഒരു പക്ഷേ പ്രയോഗിക്കേണ്ടി വന്നേക്കാം ഇത്തരം വ്യാധികളെ മാറ്റാൻ. ഇതൊക്കെ ഇന്ന് അന്ധവിശ്വാസമെന്ന് തോന്നും, പക്ഷേ മനസ്സിൻ്റെ പല ശക്തികളും അതിൻ്റെ പല ഉപയോഗങ്ങളുമുള്ള പ്രാചീനമായ അറിവുകളാണ് ഇതൊക്കെ. അതിന് എല്ലാവർക്കും ആക്സസിബിൾ ആണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചിലർക്ക് അത് വ്യാധി അനുഭവിച്ചേ പറ്റൂ. ചിലർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട്, ആത്മകൃപ കൊണ്ട് ഇതിൽ നിന്ന് മുക്തരാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ആക്സസിബിൾ ആണ്. അത് ഈശ്വരൻ തന്നെ ആക്സസിബിൾ ആക്കി കൊടുക്കും എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം, ഇപ്പോൾ യോഗ്യതയുള്ള ഗുരുവിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കും ആ യോഗ്യത ആവശ്യമില്ലേ? അതിനാണല്ലോ പറഞ്ഞ ദൈവാനുഗ്രഹമൊന്നും ദൈവകൃപ എന്നും ഈശ്വരകൃപയുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതാ യോഗ്യത. കൃപയല്ലാതെ എന്ത് യോഗ്യത നമുക്കുള്ളത്? ഈശ്വരാനുഗ്രഹത്തിനപ്പുറം വല്ലതും ഉണ്ടോ? ഞാനൊന്നും കാണുന്നില്ല. ആ ഒരു ഒറ്റ കൃപ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ചികിത്സാ രീതി അന്വേഷിച്ചുകൊണ്ട് താങ്കളുടെ അടുത്ത് ആർക്കും വരാം എന്നാണോ പറയുന്നത്? തീർച്ചയായും. ഇതിനെ ഇന്നത്തെ രീതിയിൽ ചികിത്സ എന്നുള്ള പേരിനേക്കാൾ ഞാൻ പറയുന്നു ആനന്ദമാർഗത്തിലേക്ക് സ്വാഗതം.
സന്തോഷമാകണം എന്ത് വേണം? ശാരീരിക സ്ഥിതി മെച്ചപ്പെടണം, വേണ്ടേ? മാനസിക സ്ഥിതി മെച്ചപ്പെടണം. അതായത് സന്തോഷമായിരിക്കണം, ആരോഗ്യമായിട്ട് ഒരു വൈബ്രൻറ്റ് ലൈഫ് വേണം. ഇത്രേ ഉള്ളൂ. അതാവുമ്പോൾ ഇത്തരം വ്യാധികളൊക്കെ മാറിപ്പോകും. പക്ഷെ അതെങ്ങനെ നേടാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആനന്ദധാമിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേ ഗുളിക കൊടുക്കുക, കഷായം കൊടുക്കുക തുടങ്ങിയൊക്കെ ആയുർവേദ ചികിത്സയെ പാരമ്പര്യ ചികിത്സയായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് മാത്രമാണോ? പണ്ട് സിദ്ധത്തിൽ പറയും, നാട്ടുപുറത്ത് പറയാറില്ലേ, മരുന്നും മന്ത്രവും എന്ന്. രണ്ടും ചേർന്ന് പോകണം. അത് സംഹിതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് സിലബസിലൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അന്ധവിശ്വാസങ്ങളായി തള്ളിക്കളഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് ഒരു പ്രഹേളികയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും അതിൻ്റെ ഒരു അംശമെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് മനസ്സ്. അതിൽ നിന്ന് 1 or 2 തുള്ളി നമുക്ക് ഒപ്പിയെടുക്കാവുന്നല്ലാതെ, അതിനെ മനസ്സിലാക്കാവുന്നല്ല നമുക്ക് എന്തറിയാൻ പറ്റും? ഇത് മഹാജ്ഞാനം, മഹാവിജ്ഞാനം അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. ഇതിൻ്റെ ഒരു തുള്ളി പോലും നമുക്കറിയാൻ സാധ്യമല്ല. ഈ കൊച്ചു ജീവിതം നമ്മളെന്തറിയാനാണ്? പക്ഷെ ആ പരമേശ്വരന്, ആ പരാശക്തിക്ക് എന്താ അസാധ്യം? അതിനെ ആശ്രയിക്കുക. ആശ്രയം, ആ പരമചൈതന്യത്തെ ആശ്രയിക്കുന്ന ചികിത്സ, അത് തന്നെയാണ് ദൈവോപാശ്രയം.